ഡിയർ മക്കളെ, ലെറ്റ്സ് സ്റ്റെപ്പ് ഇൻടു ദ എക്സൈറ്റിംഗ് വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. എൻ്റെ എല്ലാ മക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രസംഗം അങ്ങോട്ട് കാച്ചാൻ പോവാണ്. ഒരു കിടിലൻ പ്രസംഗമാണ് മക്കളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ലോകത്തിലെ തന്നെ മികച്ച 10 പ്രസംഗങ്ങൾ എടുക്കുകയാണെങ്കിൽ, സ്പീച്ചസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, അതിൽ മുന്നിൽ തന്നെ ഉണ്ടാവുന്ന ലോകോത്തര ക്വാളിറ്റിയുള്ള ഒരു വേൾഡ് ക്ലാസ് ക്വാളിറ്റിയുള്ള എല്ലാവരെയും ഞെട്ടിച്ച, ലോകത്തിനെ മുഴുവൻ ഞെട്ടിച്ച ഒരു സൂപ്പർ പ്രസംഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ആരാ ഈ പ്രസംഗം നടത്തിയത്? നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായിട്ടുള്ള, അല്ലേ, ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും അഭിമാനമായി മാറിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അർദ്ധരാത്രിയിൽ നടത്തിയൊരു പ്രസംഗമാണ്. അതിൻ്റെ ഒരു ഇത് നോക്കിയേ, ചാൻസ് നോക്കിയേ, എത്ര അടിപൊളിയായിട്ടാണ്, എന്തൊരു നല്ല ടൈമിങ്ങിലാണ് ആ പ്രസംഗം ഉണ്ടാകുന്നത്. പല പെർഫെക്റ്റ് ടൈം, അല്ലേ? നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വർഷങ്ങളോളം ബ്രിട്ടീഷുകാരുടെ അടിമകളായിരുന്നു. ബ്രിട്ടീഷുകാരായിരുന്നു ഇവിടെ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവരവരുടെ കോളനിയാക്കി വെച്ചിരുന്ന സ്ഥലമായിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞത്. ആ രാജ്യം ദീർഘനാളത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഒടുക്കമായിട്ട് ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് ഓടിക്കുകയും സ്വാതന്ത്ര്യം നേടിയെടുക്കുകയും ചെയ്യാണ്. അപ്പം അങ്ങനെ ഒരു ഘട്ടമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ സന്തോഷിക്കാൻ പോകുന്ന ഒരു നിമിഷത്തിൽ അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്, അല്ലേ? ഒരു എടാ മക്കളെ, നമ്മൾ ജയിച്ചടാ എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ടല്ലോ, ആ ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് നെഹ്റു നടത്തിയ സ്പീച്ചാണിത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ഈ ഒരു സ്പീച്ചിലൂടെയാണ് അദ്ദേഹം അറിയിക്കുന്നത് ലോകത്തിനെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി നോക്കൂ നിങ്ങൾ. എത്ര ഗംഭീര പ്രസംഗമായിരിക്കും നടത്താൻ പോകുന്നത്. ലോകം ഇങ്ങനെ ഉറ്റു നോക്കുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് കേൾക്കുന്നു, ഉള്ളതാണോ എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഇന്നൊക്കെ ആണെങ്കിൽ എന്താ, പത്രക്കാർ വന്നിട്ട് ചോദിക്കും ഇങ്ങനെ, അല്ലേ? പക്ഷെ അന്ന് ന്യൂസ് പേപ്പർ, എന്താ പറയുക, പത്രക്കാരൊന്നും ഇന്നത്തെ പോലെ ഇങ്ങനെ തള്ളിക്കയറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്താണോ പ്രസംഗിക്കാൻ പോകുന്നത് അതാണ് ലോകം കേൾക്കുന്നത്. അപ്പം മൊത്തം ഇന്ത്യക്കാരെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റു നടത്തിയിട്ടുള്ള ലോകത്തെ ഞെട്ടിച്ച ഒരു സ്പീച്ചാണ്. എല്ലാ കാലവും നമ്മൾ ഓർത്ത് വെക്കേണ്ട സ്പീച്ചും എല്ലാ കാലവും പ്രസക്തനായിട്ടുള്ള ഒരു വ്യക്തിയുമാണ് ജവഹർലാൽ നെഹ്റു. ഓക്കെ, അദ്ദേഹത്തിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ട്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ചാച്ചാജിയാണല്ലോ, അദ്ദേഹത്തിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തരാം. ഓക്കെ, ജവഹർലാൽ നെഹ്റു 1889 to 1964 ഈ ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ, ഈ ഒരു പീരീഡിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. വാസ് ബോൺ ഇൻ അലഹബാദ്, നൗ നോൺ ആസ് പ്രയാഗ്രാജ്. അലഹബാദ്, ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് ജനിച്ചത്. ഇപ്പോൾ അലഹബാദ് അറിയപ്പെടുന്നത് പ്രയാഗ് രാജ് എന്ന പേരിലാണ്. ഹി വാസ് ദ എൽഡസ്റ്റ് സൺ ഓഫ് മോട്ടിലാൽ നെഹ്റു ആൻഡ് സ്വരൂപ് റാണി തുസു. മോട്ടിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണി തുസുയുടെയും മൂത്ത പുത്രനാണ് ജവഹർലാൽ നെഹ്റു. ഹി വാസ് എ സ്റ്റേറ്റ്സ്മാൻ ആൻഡ് വൺ ഓഫ് ദ സെൻട്രൽ ഫിഗേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ. അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാൻ ആണ്, ഒരു വിശ്വപൗരനാണ്, അല്ലേ? ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ പരിചയപ്പെടുത്തി കൊടുത്ത, ഇന്ത്യ എന്ന് പറയുമ്പം നെഹ്റുവിൻ്റെ നാടാണല്ലോ എന്നറിയപ്പെട്ട രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഒരു വിശ്വപ്രസിദ്ധനായ വ്യക്തിയായിരുന്നു. വൺ ഓഫ് ദ സെൻട്രൽ ഫിഗേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ. ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലെ നടുവിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒഴിച്ചുകൂടാനാകാത്തൊരു വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഓക്കെ, അദ്ദേഹം ഇങ്ങനെയാണ് ആധുനിക ഭാരതത്തിൻ്റെ സ്രഷ്ടാവ്, ദ ആർക്കിടെക്റ്റ് ഓഫ് മോഡേൺ ഇന്ത്യ എന്നൊക്കെ പറയുന്ന അദ്ദേഹമാണ്, അല്ലേ? അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണമാണ് ഇന്നും നമ്മളെ മുന്നോട്ട് പല കാര്യങ്ങളിലും ചലിപ്പിക്കുന്നത്, അല്ലേ? അന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്തൊരു രാജ്യത്തിലെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അതിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വർഷങ്ങളോളം ഭരിക്കുകയും ഇന്ത്യക്ക് എന്താണ് ഒരു ഡെവലപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുതരുന്ന ആളാണ്. സോ അദ്ദേഹത്തിൻ്റെ സ്പീച്ചും അത്രത്തോളം പ്രസക്തമാണ്. നോക്കൂ, ഫ്രം 15 August to 1947, ഈ ഒരു സമയം മുതൽ ഹി സെർവ്ഡ് ആസ് ഇന്ത്യസ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ അൺടിൽ ഹിസ് ഡെത്ത്. അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. നെഹ്റു വാസ് എ പ്രോളിഫിക് റൈറ്റർ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലൊരു കിഡിലൻ കവിയായിരുന്നു, എഴുത്തുകാരനായിരുന്നു ജവഹർലാൽ നെഹ്റു. ആൻഡ് ഹിസ് വർക്ക് സച്ച് ആസ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഇതൊക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കുകളാണ്. ഏതൊക്കെയാണ് നോക്കൂ: ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി 1934, ആൻഡ് ഓട്ടോബയോഗ്രഫി 1936, ആൻഡ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ 1946 ആർ റെഡ് ബൈ മില്യൺസ് അറൗണ്ട് വേൾഡ്. ലോകത്തെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്, അല്ലേ? ഇപ്പം എന്നാന്ന് അറിയാലോ, ഡേ ഞാൻ പറയണോ? ജവഹർലാൽ നെഹ്റു ജനിച്ച ഡേ എന്നാണ്? November 14th, അല്ലേ? നമ്മുടെ ശിശുദിനം, ചിൽഡ്രൻസ് ഡേ. ചാച്ചാജിയുടെ പിറന്നാളാണ് നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഇനി നമ്മൾ ആ പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. പ്രസംഗത്തിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അല്ലേ? ആ ഒരു ടൈമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമ്മളിങ്ങനെ വിളിച്ചു പറയാൻ പോകുന്ന ഘട്ടത്തിലാണ് ഈ സ്പീച്ച് വരാൻ പോകുന്നത്. നോക്കൂ, ലോങ് ഇയേഴ്സ് എഗോ, ദീർഘവർഷങ്ങൾക്ക് മുന്നേ, വി മെയ്ഡ് എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, നമ്മൾ വിധിയുമായി ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നൗ ദ ടൈം കം, സമയമാഗതമായിരിക്കുന്നു. വെൻ വി ഷാൾ റിഡീം അവർ പ്ലെഡ്ജ്, നോട്ട് ഹോളി ബട്ട് ഓർ ഇൻ full measure but very substantially.
നമ്മളത് നിറവേറ്റേണ്ട സമയമായിരിക്കുന്നു. നമ്മളെടുത്തൊരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു, അത് നിറവേറ്റേണ്ട സമയമായിരിക്കുന്നു. നോട്ട് ഓൺലി ഓർ ഇൻ ഫുൾ മെഷർ, പൂർണ്ണമായും അല്ല, എങ്ങനെയാണ്, ബട്ട് വെരി സബ്സ്റ്റാൻഷ്യലി, സമഗ്രമായി തന്നെ, എല്ലാ വിധത്തിലും പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ പ്ലഡ്ജ് നിറവേറ്റേണ്ട സമയമായിരിക്കുന്നു. ആ ടൈം എത്തിയിരിക്കുകയാണ്. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദ മിഡ് നൈറ്റ് ഹവർ, ഈ അർദ്ധരാത്രി സമയത്ത്, വെൻ ദ വേൾഡ് സ്ലീപ്സ്, ലോകം ഉറങ്ങുമ്പോൾ, ഇന്ത്യ വിൽ awake ടു ലൈഫ് ആൻഡ് ഫ്രീഡം, ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഒരു അർദ്ധരാത്രിയില്ല. ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകുന്നത് അർദ്ധരാത്രിയാണ്. ആ അർദ്ധരാത്രി തൊട്ടാണ് ഇന്ത്യ സ്വതന്ത്രമാകുന്നത്. അപ്പം എന്താണ്, നമ്മൾ വർഷങ്ങളായിട്ട് എടുത്തൊരു ഡിസിഷൻ ഉണ്ട്, അതിനുള്ള ടൈം ആയിരിക്കുകയാണ്. ലോകം ഉറങ്ങുന്ന സമയത്ത്, അല്ലേ, ഒരു അർദ്ധരാത്രി സമയമായിരിക്കും. അപ്പം ലോകത്തുള്ള എല്ലാവരും ഉറങ്ങുകയായിരിക്കും. ലോക നേതാക്കന്മാരൊക്കെ ഉറങ്ങുന്ന സമയമായിരിക്കും. ഒരു ഇല പോലും അനങ്ങാതെ ഉറങ്ങുന്ന സമയത്ത് എന്താണ്, ഇന്ത്യ പക്ഷേ ജീവിതത്തിലേക്ക്, ടു ലൈഫ്, അല്ലേ, നമുക്ക് പുതിയ ജീവിതം കിട്ടുകയാണ്. നമ്മളിനി ആരുടെയും അടിമകളല്ല, നമ്മൾക്ക് പരമാധികാരം കിട്ടുകയാണ്. ഇന്ത്യ വിൽ awake ടു ലൈഫ്, ജീവിതത്തിലേക്ക് ഉണരുന്നു, ആൻഡ് ഫ്രീഡം, സ്വാതന്ത്ര്യവും കിട്ടുന്നു. ട്രസ്റ്റ് എന്ന് വെച്ചാൽ മുൻകൂട്ടി തീരുമാനിച്ച കൂടിക്കാഴ്ചയ്ക്ക് പറയുന്നതാണ്. ഡെസ്റ്റിനി വിദ്യയാണ്. സബ്സ്റ്റാൻഷ്യലി എന്ന് പറഞ്ഞാൽ കാര്യമായി തന്നെ, സമഗ്രമായി തന്നെ നമ്മളത് നിറവേറ്റേണ്ട സമയമായിരിക്കുന്നു. A moment comes, ഒരു നിമിഷം പിറക്കുകയാണ്, അല്ലെങ്കിൽ ഒരു നിമിഷം വരികയാണ്. which comes but rarely in history, വരികയാണ് എങ്ങനെ, but rarely in history, ഹിസ്റ്ററിയിൽ, ചരിത്രത്തിൽ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന വിരളമായ ഒരു നിമിഷം വരികയാണ്. when we step out from old to the new, നമ്മൾ പഴയതിൽ നിന്നും പുതിയതിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഈ സമയത്ത്, സ്റ്റെപ്പ് ഔട്ട്, കാലെടുത്ത് വയ്ക്കുന്ന സമയത്ത്, when an age ends, ഒരു യുഗം അവസാനിക്കുമ്പോൾ, ആൻഡ് വെൻ ദ സോൾ ഓഫ് എ നേഷൻ ലോങ് സപ്രസ്ഡ്, ദീർഘനാൾ അടിച്ചമർത്തപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ ആത്മാവ് ഫൈൻസ് അട്രൻസ്, അതിൻ്റെ ശബ്ദം വീണ്ടെടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഇത്രയും നാളും ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു. നമ്മൾ എന്ത് പറഞ്ഞാലും ബ്രിട്ടീഷുകാർ സമ്മതിക്കില്ല, നമ്മൾ അടിക്കും കൊല്ലും എന്നുള്ള അവസ്ഥയാണ്. അവിടെ നിന്നൊക്കെ പോവുകയാണ്. എന്നിട്ട് ചരിത്രത്തിൽ ഒരു പുതിയ നിമിഷം പിറക്കുന്നു, അല്ലേ? നമ്മളെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഭൂപടത്തിൽ തെളിഞ്ഞു വരാൻ പോവുകയാണ്. അതാണ് ചരിത്രത്തിലെ റെയറായിട്ടുള്ളൊരു നിമിഷം. ഇന്ത്യ വരികയാണ്. നമ്മൾ പഴയതിൽ നിന്നും പുതിയതിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ, അല്ലേ, കഴിഞ്ഞു പോയതെല്ലാം കഥകളാണ്, അതിൽ നിന്നെല്ലാം മാറി നമ്മൾ പുതിയൊരു ലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്നു. when an age ends, ഒരു യുഗം അവസാനിക്കുകയാണ്. ദീർഘനാൾ അടിമകളായി നിന്ന ഒരു ജനത അവിടെ മാറി പുതിയൊരു യുഗം പിറക്കുകയാണ്. ആൻഡ് വെൻ സോൾ ഓഫ് എ നേഷൻ ലോങ് സപ്രസ്ഡ്, ദീർഘനാൾ വർഷങ്ങളോളം അടിച്ചമർത്തപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ ആത്മാവ് ഫൈൻസ് അട്രൻസ്, അതിൻ്റെ ശബ്ദം വീണ്ടെടുക്കുകയാണ്, അത് ഉച്ചരിക്കാൻ പഠിക്കുകയാണ്. It is fitting that this solemn moment we take pledge of dedication to service of India. It is fitting that at this moment, solemn moment, ഈ ഗൗരവമായ നിമിഷത്തിൽ വളരെ പവിത്രമായ ഗൗരവമായ ഈ ഒരു നിമിഷത്തിൽ we take the pledge of dedication, നമ്മൾ ഒരു പ്ലഡ്ജ് എടുക്കുകയാണ്. ഡെഡിക്കേഷൻ്റെ പ്ലഡ്ജ്, ഉറച്ച നിലപാടുകളുള്ള ഒരു പ്ലഡ്ജ്, പ്രതിജ്ഞ എടുക്കുകയാണ്. ടു ദ സർവീസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സേവനത്തിന്, ആൻഡ് ഹെർ പീപ്പിൾ, അവളുടെ ആൾക്കാർക്കുള്ള സർവീസിന് വേണ്ടി, ആൻഡ് ടു ദി സ്റ്റിൽ ലാർജർ കോസ് ഓഫ് ഹ്യൂമാനിറ്റി, അതുപോലെ തന്നെ ലോക മാനവരാശിക്ക് വേണ്ടിയും കൂടിയാണ് നമ്മൾ പ്ലഡ്ജ് എടുക്കുന്നത്. നമ്മൾ ഇന്ത്യ ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ത്യക്ക് മാത്രം സമാധാനം വേണമെന്നല്ല കരുതുന്നത്, ലോകത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടാവണം എന്ന രീതിയിലാണ് പറയുന്നത്. നമുക്ക് നമ്മൾ ഗൗരവമായ ഒരു തീരുമാനമെടുക്കുന്നു. പ്ലഡ്ജ് ഓഫ് ഡെഡിക്കേഷൻ, ദൃഢനിശ്ചയത്തിൻ്റെ ആ തീരുമാനമാണ്. എന്താണ് തീരുമാനം? സർവീസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളെ സേവിക്കുക, ആൻഡ് പീപ്പിൾ, ഇന്ത്യയിലെ ജനങ്ങളെയും അതുപോലെ തന്നെ ഇന്ത്യയും സേവിക്കുക, ആൻഡ് ടു ദി സ്റ്റിൽ ലാർജർ കോസ് ഓഫ് ഹ്യൂമാനിറ്റി, ലോകത്തെ മൊത്തം മാനവരാശിക്കും, കുറച്ചുകൂടെ വലിയ മാനവരാശിക്കും കൂടെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, മനുഷ്യരാശിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. ഇനിയോ, അറ്റ് ദ ഡോൺ ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ ഈ പ്രഭാതത്തിൽ ഇന്ത്യ സ്റ്റാർട്ടഡ് ഓൺ ഹെർ അൺഎൻഡിങ് ക്വസ്റ്റ്, ആൻഡ് ട്രാക്ക്ലെസ് സെഞ്ചുറീസ് ആർ ഫിൽഡ് വിത്ത് ഹെർ സ്ട്രൈവിംഗ് ആൻഡ് ഗ്രാൻഡ്യൂർ ഓഫ് ഹെർ സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ്. ഇന്ത്യ സ്റ്റാർട്ടഡ് ഓൺ ഹെർ അൺഎൻഡിങ് ക്വസ്റ്റ്, ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഇന്ത്യ അവളുടെ അവസാനമില്ലാത്ത ചോദ്യങ്ങളും അന്വേഷണങ്ങളും ആരംഭിച്ചിരുന്നു. ആൻഡ് ട്രാക്ക്ലെസ് സെഞ്ചുറീസ് ആർ ഫിൽഡ് വിത്ത് ഹെർ സ്ട്രൈവിംഗ്,
വർഷങ്ങളായിട്ടുള്ള നൂറ്റാണ്ടുകളായിട്ടുള്ള ഇന്ത്യയുടെ ഈ ഒരു പോരാട്ടമുണ്ടല്ലോ, ആർ ഫിൽഡ് വിത്ത് ഹെർ സ്ട്രൈവിങ്, അവളുടെ നിരന്തരമായ പരിശ്രമങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ദ ഗ്രാൻഡ്യൂർ ഓഫ് ഹെർ സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ്, അവളുടെ വിജയങ്ങളുടെ മഹാത്മ്യങ്ങൾ കൊണ്ടും തോൽവികൾ കൊണ്ടും ഇന്ത്യ ചെയ്തിരിക്കുകയാണ്, പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. അത് ചരിത്രത്തിൻ്റെ തുടക്കകാലം മുതലേ ഉണ്ട് അല്ലേ. നമുക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷൻ, ആ ഒരു കാലഘട്ടം തുടങ്ങി പിന്നെ ആരൊക്കെയാണ് വരുന്നത്, ഒരുപാട് റൂളേഴ്സ് ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഗുപ്ത, മൗര്യ എല്ലാ എംപയറും ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്നു. ചോളന്മാർ ഭരിച്ചിരുന്നു, പിന്നെ മുഗളന്മാർ വന്ന് ഭരിച്ചിരുന്നു. ഇങ്ങനെ എല്ലാ തുടക്കം മുതൽ തന്നെ നമ്മൾ ചരിത്രത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു രാജ്യമാണ്. ആൻഡ് ട്രാക്ലെസ് സെഞ്ചുറീസ്, അതും എത്ര നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ അതുപോലെ തന്നെയായിരുന്നു. ആർ ഫിൽഡ് വിത്ത് ഹെർ സ്ട്രൈവിങ് ആൻഡ് ദ ഗ്രാൻഡ്യൂർ ഓഫ് ഹെർ സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ്, അവളെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നിരന്തരമായ പരിശ്രമം, അവളുടെ ഗ്രാൻഡ്യൂർ മഹാത്മ്യം, വിജയത്തിൻ്റെയും അതുപോലെ തന്നെ തോൽവിയുടെയും മഹാത്മ്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ത്രൂ ഗുഡ് ആൻഡ് ഇൽ ഫോർച്യൂൺ അലൈക്ക്, നല്ല കാലത്തും മോശം കാലവും ഒരുപോലെ ആയിരുന്നു. ഷീ ഹാസ് നെവർ ലോസ്റ്റ് സൈറ്റ് ഓഫ് ദാറ്റ് ക്വസ്റ്റ്, ആ അന്വേഷണത്തിൻ്റെ കാഴ്ച, അതായത് അന്വേഷണം തേടാനുള്ള ആ കാഴ്ച അവൾ നഷ്ടപ്പെടുത്തിയിരുന്നില്ല. ഓർ ഫോർ ഗോട്ട് ദി ഐഡിയൽസ്, ആശയങ്ങൾ മറന്നിരുന്നില്ല. വിച്ച് ഹെ ഗേവ് ഹെർ സ്ട്രെങ്ത്, അവൾക്ക് കരുത്തുകൾ നൽകിയ. ഇന്ത്യ വർഷങ്ങളായിട്ട് അവൾ നല്ല കാലത്തും അതുപോലെ തന്നെ മോശം കാലത്തും ഇന്ത്യ എന്ത് ചെയ്തിരുന്നില്ല, അവളുടെ അന്വേഷണങ്ങളോ ചോദ്യങ്ങളോ പോരാട്ടങ്ങളോ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവളുടെ മൂല്യങ്ങൾ, ആശയങ്ങൾ, അതൊന്നും തന്നെ മറന്നിരുന്നില്ല. ആ ആശയങ്ങളാണ് അവൾക്ക് കരുത്തു നൽകിയത്. ഇന്ത്യ എന്നൊരാശയമുണ്ടല്ലോ, എല്ലാവരെയും ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ നാനാജാതി മതങ്ങളെയും അതുപോലെ തന്നെ മതം, ജാതി, എല്ലാ ആളുകളെയും ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ ചേർത്ത് പിടിച്ച ഇന്ത്യ എന്ന ആശയം, അത് ഒരു കാലവും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ആദ്യത്തെ സ്പീച്ചാണ്, നമ്മളെ വീണ്ടും റിമൈൻഡ് ചെയ്യിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇങ്ങനെ ആയിരുന്നു, നമ്മുടെ ചരിത്രം, അത്രയും കരുത്ത് നമുക്കുണ്ട്, അത് തിരിച്ചു പിടിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ. വി ആൻഡ് ടുഡേ എ പീരീഡ് ഓഫ് മിസ്ഫോർച്യൂൺസ്, നിർഭാഗ്യങ്ങളുടെ ഒരു കാലഘട്ടം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും കാലം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം നമ്മുടെ കാലദോഷം, നമ്മുടെ നിർഭാഗ്യം ആണ് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ അതെല്ലാം ഉപേക്ഷിക്കുകയാണ്, അത് അവസാനിപ്പിക്കുകയാണ്. ആൻഡ് ഇന്ത്യ ഡിസ്കവേഴ്സ് ഹെർ സെൽഫ് അഗെയിൻ, ഇന്ത്യ അവളെ വീണ്ടും കണ്ടെത്തുന്നു. നമ്മൾ ആരായിരുന്നു എന്ന് നമ്മൾ വീണ്ടും കണ്ടെത്തുവാൻ പോവുകയാണ്. ഇത്രയും കാലം നമ്മളെ പറ്റിച്ചു കൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് ഓടിച്ചിട്ട് നമ്മൾ പുതിയൊരു ഇന്ത്യയെ വീണ്ടെടുക്കാൻ പോവുകയാണ് അല്ലേ. നിങ്ങൾ ആലോചിച്ചു, ഈ ഒരു പ്രസംഗം നടത്തുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരുടെ ഉള്ളിലേക്ക് കോൺഫിഡൻസ് ഇങ്ങനെ അടിച്ച് കയറുമായിരിക്കില്ലേ. അയ്യോ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയി, ഇനി നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊന്നും ചെയ്യാൻ അറിയില്ലല്ലോ എന്ന് പറയുന്ന സമയത്താണ് നെഹ്റു വന്നിട്ട് ഈ പ്രസംഗം കാച്ചിട്ട് അവിടെ വയ്ക്കുന്ന ആൾക്കാരുടെ മൊത്തം ഉള്ളിലേക്ക് കോൺഫിഡൻസ് ഇങ്ങനെ പമ്പ് ചെയ്ത് കയറ്റുന്നത്. ദ അച്ചീവ്മെൻറ്റ് വി സെലിബ്രേറ്റ് ടുഡേ ഇസ് ബട്ട് എ സ്റ്റെപ്പ്, നമ്മൾ നേടിയെടുത്തിരിക്കുന്ന ഈ ഒരു, നമ്മൾ ആഘോഷിക്കുന്ന ഈ ഒരു നേട്ടമുണ്ടല്ലോ, ഇസ് ബട്ട് എ സ്റ്റെപ്പ്, അതൊരു കാലെടുത്ത് വെക്കലാണ്. ആൻഡ് ഓപ്പണിംഗ് ഓഫ് ഓപ്പർച്യൂണിറ്റി, ഒരു അവസരങ്ങളുടെ തുടക്കമാണ്. ടു ദി ഗ്രേറ്റർ ട്രൈംസ്, വലിയ വിജയങ്ങൾക്കും. ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ദാറ്റ് അവൈറ്റ് അസ്, നമ്മളുടെ മുന്നിൽ നമ്മളെ കാത്തിരിക്കുന്ന നേട്ടങ്ങളിലേക്കുമുള്ള ഒരു ചുവടുവെപ്പാണ്. ആലോചിച്ച് നോക്കൂ, അല്ല അച്ചീവ്മെൻ്റ് അല്ലേ, നമുക്ക് സ്വാതന്ത്ര്യം, നമ്മൾ പോരാടി നേടിയെടുത്ത ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതൊരു അവസരമാണ്. എവിടേക്കുള്ളത്? ടു ഗ്രേറ്റർ ടൈംസ്, വലിയ വിജയങ്ങളിലേക്ക്, മഹാവിജയങ്ങളിലേക്കുള്ള അവസരവും അതുപോലെ തന്നെ നമ്മളെ കാത്തിരിക്കുന്ന നേട്ടങ്ങൾക്കുമുള്ള ഒരു ചുവടുവെപ്പാണ്. അപ്പോഴേക്കും ആൾക്കാരുടെ കോൺഫിഡൻസ് കയറിയിട്ടുണ്ടാവും. ആർ വി ബ്രേവ് ഇനഫ് ആൻഡ് വൈസ് ഇനഫ് ടു ഗ്രാസ്പ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ആക്സെപ്റ്റ് ദ ചാലഞ്ച് ഓഫ് ദ ഫ്യൂച്ചർ? ആർ വി ബ്രേവ് ഇനഫ്, നമുക്ക് ധൈര്യമുണ്ടോ? ആൻഡ് വൈസ് ഇനഫ്, വിവേകമുണ്ടോ? ടു ഗ്രാസ്പ് ദിസ് ഓപ്പർച്യൂണിറ്റി, ഈ അവസരം പിടിച്ചെടുക്കാനുള്ളത്. ആൻഡ് ആക്സെപ്റ്റ് ദ ചാലഞ്ച് ഓഫ് ദ ഫ്യൂച്ചർ, ഭാവിയിൽ നമ്മൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെ നേരിടാനുള്ള കരുത്തും നമുക്കുണ്ടോ എന്നൊരു ചോദ്യമാണ്. അപ്പോൾ അന്നത്തെ സിറ്റുവേഷനാണ് അല്ലേ, നമുക്ക് എന്തും സംഭവിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോവുകയാണ്, അപ്പം തന്നെ പാർട്ടീഷൻ നടന്നിട്ട് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാവുകയാണ്. പിന്നീട് നിങ്ങൾക്കറിയാം ഒരുപാട് യുദ്ധങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടാവുകയാണ്. അന്ന് മുതലേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെന്താ, ഒരു വലിയ ചാലഞ്ചാണ്. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആളുകളോടൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ, വിവേകമുണ്ടോ ഈ അവസരം മുതലെടുക്കാൻ? അതുപോലെ തന്നെ വരാൻ പോകുന്ന വെല്ലുവിളികളെ ആക്സെപ്റ്റ് ചെയ്യാൻ, നേരിടാനുള്ള ചങ്കുറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നെഹ്റുവിനതൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നെഹ്റു ചോദിക്കുന്നത്. എന്നിട്ടോ, ഫ്രീഡം ആൻഡ് പവർ ബ്രിങ്സ് റെസ്പോൺസിബിലിറ്റി, സ്വാതന്ത്ര്യവും അധികാരവും ഉത്തരവാദിത്തങ്ങൾ കൊണ്ടുവരുന്നു അല്ലേ. വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് വലിയ വലിയ ഉത്തരവാദിത്തം. പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ അവർ ഈ നാടിനെ ഭരിക്കുന്ന ആൾക്കാരാണ്. അപ്പം നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തൊക്കെ അവരുടെ കയ്യിലാണ്.
ഫ്രീഡം, സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അധികാരവും വലിയ ഉത്തരവാദിത്തമാണ്. ദ റെസ്പോൺസിബിലിറ്റി റെസ്റ്റ് അപ്പോൺ ദിസ് അസംബ്ലി. അപ്പോൾ നെഹ്റു ഈ ഒരു പ്രസംഗം നടത്തുന്ന ഒരു അസംബ്ലിയിലാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലാണ് എല്ലാവരും ചേർന്നിരിക്കുമ്പോഴാണ് ഈ പ്രസംഗം നടത്തുന്നത്. അപ്പം അവരോട് പറയാണ് ദ റെസ്പോൺസിബിലിറ്റി, ആ ഉത്തരവാദിത്തം റെസ്റ്റ് അപ്പോൺ ദിസ് അസംബ്ലി, ഈ അസംബ്ലിയുടെ മുകളിലാണുള്ളത്. നമ്മൾക്ക് എല്ലാവർക്കുമാണ് അതിൽ ഉത്തരവാദിത്തമുള്ളത്, നമ്മൾ കൂട്ടുത്തരവാദികളാണ്. എ സോവറിൻ ബോഡി റെപ്രസെൻറ്റിംഗ് ദ സോവറിൻ പീപ്പിൾ ഓഫ് ഇന്ത്യ, പരമാധികാരമുള്ള ഇന്ത്യൻ ജനതയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു പരമാധികാര ബോഡിയാണിത്. അവരെല്ലാം പ്രതിനിധീകരിക്കുന്ന ഒരു പരമാധികാര ബോഡിയാണിത്. ഇന്ത്യയിലെ ജനങ്ങളെല്ലാം നിങ്ങളാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. ഇന്ത്യയിലെ 141 കോടി ജനങ്ങളെയും റെപ്രസെൻ്റ് ചെയ്തിട്ട് 500 ആൾക്കാരുണ്ടല്ലോ നമ്മുടെ പാർലമെൻറ്റിൽ. അതുപോലൊരു സദസ്സാണ്. ബിഫോർ ദ ബർത്ത് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിൻ്റെ ജനനത്തിന് മുമ്പ്, വി ഹാവ് എൻഡ്യൂർഡ് ഓൾ ദ പെയിൻസ് ഓഫ് ലേബർ, പ്രസവത്തിൻ്റെ എല്ലാ വേദനകളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, സഹിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ പ്രസംഗം പറയുന്ന സമയത്തെ ഇപ്പം ഇവിടെ പറയുന്നത് വെച്ചാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഒരു പ്രസവം പോലെയാണെന്നാണ്. പുതിയൊരു ഇന്ത്യ ജനിക്കാൻ പോകാണല്ലോ. അമ്മയുടെ ഉദരത്തിൽ നിന്നും ആ കുട്ടി പുറത്തേക്ക് ജനിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഒരുപാട് പെയിൻ അനുഭവിക്കേണ്ടി വരും. ആ പെയിനെയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്ത് പറയുന്നത്. എന്താണ്? ഇന്ത്യ ജനിക്കാൻ പോവാണ്, അതിൻ്റെ എല്ലാ പെയിനും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താ? നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് പറയുന്ന വലിയൊരു പെയിൻ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അവർ ഹാർട്ട്സ് ആർ ഹെവി വിത്ത് ദ മെമ്മറി ഓഫ് ദിസ് സോറോ. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങളെല്ലാം കനപ്പെട്ടിരിക്കുകയാണ് വിത്ത് ദ മെമ്മറി ഓഫ് ദിസ് സോറോ. ഇതിൻ്റെ എല്ലാം വേദനകളാൽ നമ്മുടെ ഹൃദയമെല്ലാം അങ്ങനെ ഘനപ്പെട്ടിരിക്കുകയാണ് അല്ലേ. നിങ്ങൾ ആലോചിച്ച് ജാലിയൻ വാലാബാഗ് മസാക്കറൊക്കെ എന്താണ്, ഒരുപാട് പേരെ വെട്ടിവെച്ച് കൊന്നത്. അതിൻ്റെയൊക്കെ സങ്കടം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായി. നമ്മുടെ സഹോദരങ്ങളാണ് മരിച്ചു വീണത്. അപ്പോൾ അതൊക്കെ എന്താ, നമ്മൾ ആ പ്രസവത്തിൻ്റെ സമയത്തെടുത്ത് അതിന് മുമ്പെടുത്തിരുന്ന പെയിനുകളാണ്. പുതിയൊരു ഇന്ത്യയെ ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പുള്ള പെയിനാണ്. സം ഓഫ് ദോസ് പെയിൻസ് കണ്ടിന്യൂ ഈവൻ നൗ. പക്ഷേ അത്തരത്തിലുള്ള പല പെയിനുകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അങ്ങനെയുള്ള വളരെ വേദനിപ്പിക്കുന്ന വേദനകൾ ഇപ്പോഴും തുടരുന്നു. നെവർദിലെസ്, എന്നിരുന്നാലും ദ പാസ്റ്റ് ഈസ് ഓവർ, കഴിഞ്ഞുപോയ കാലം കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് എ ഫ്യൂച്ചർ ദാറ്റ് ബെക്കൺസ് അസ് നൗ. ഇപ്പം നമ്മളെ മാടി വിളിക്കുന്നത്, ബെക്കൺസ് എന്ന് വെച്ചാൽ മാടി വിളിക്കുക, ഭാവിയാണ്. ശരിയാണ്, നമ്മൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. പ്രസവത്തിൻ്റെ എല്ലാ വേദനയും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര പോരാട്ട കാലഘട്ടത്തിൽ നമ്മളെ എല്ലാ വേദനകളും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഫ്യൂച്ചർ ദാറ്റ് ബെക്കൺസ് അസ് നൗ, നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. ഇന്ത്യ വാ, നിങ്ങൾക്കൊരു നല്ല ഭാവിയുണ്ട് എന്ന് നമ്മളെ വിളിക്കുന്നുണ്ട്. ആലോചിച്ച് നമ്മളെ അത്രയും ആളുകൾ ഇങ്ങനെ ഇരിക്കുക സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അല്ലേ. അയ്യോ, ഇങ്ങനെയൊക്കെ ഒരു പ്രസംഗം കേൾക്കുന്നത്, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു ഘട്ടത്തിൽ നമുക്ക് മോട്ടിവേഷൻ തന്നുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ സ്പീച്ച് നടത്തുന്നത്. ദാറ്റ് ഫ്യൂച്ചർ ഈസ് നോട്ട് വൺ ഓഫ് ഈസ് ഓർ റെസ്റ്റിംഗ് ബട്ട് ഓഫ് ഇൻസസൻറ്റ് സ്ട്രൈവിങ്. നമ്മൾ വെറുതെ ഇരുന്നത് കൊണ്ടൊന്നും തന്നെ നമുക്ക് ആ ഫ്യൂച്ചറിൽ ഒന്നും ചെയ്യാനില്ല. ദ ഫ്യൂച്ചർ ഈസ് നോട്ട് വൺ ഓഫ് ഈസ് ഓർ റെസ്റ്റിംഗ്, വെറുതെ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല. ബട്ട് ഓഫ് ഇൻസസൻറ്റ് സ്ട്രൈവിങ്, നിരന്തരമായ പരിശ്രമങ്ങൾ. സോ ദാറ്റ് വി മേ ഫുൾഫിൽ ദ പ്ലഡ്ജസ്, നിരന്തരമായ ശ്രമങ്ങൾ കൊണ്ട് മാത്രമേ നമ്മളുടെ പ്രതിജ്ഞകൾ നിറവേറ്റാൻ കഴിയുകയുള്ളൂ. വി ഹാവ് സോ ഓഫൻ ടേക്കൺ ദാറ്റ് ദ വൺ വി ഷാൾ ടേക്ക് ടുഡേ. നമ്മൾ പ്രസംഗങ്ങൾ എപ്പോഴാണ് എടുത്തത്? നിരന്തരം എടുത്തിരുന്ന പ്രസംഗങ്ങളായിരുന്നു അല്ലേ. പ്രസംഗമല്ല, പ്രതിജ്ഞകൾ. നമ്മൾ നിരന്തരം എടുത്തിരുന്ന പ്രതിജ്ഞകളും അതുപോലെ തന്നെ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പ്രതിജ്ഞയുണ്ടല്ലോ, അതും നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ നിരന്തരമായ ശ്രമങ്ങൾ വേണം. ഇൻസസൻറ്റ് സ്ട്രൈവിങ്, ഹാർഡ് വർക്കിംഗ് എന്നൊക്കെ പറയില്ല, ആ സെയിം സാധനം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഭാവി ശോഭനമാവുകയുള്ളൂ. ദ സർവീസ് ഓഫ് ഇന്ത്യ മീൻസ്, ഇന്ത്യയെ സേവിക്കുക എന്നാൽ ദ മീൻസ് ഓഫ് സർവീസ്, ദ സർവീസ് ഓഫ് ദി മില്യൺസ് ഹൂ സഫർ. ഇന്ത്യയെ സേവിക്കുക എന്നാൽ ദശലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ, ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സേവിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ഇന്ത്യയെ സേവിക്കുക എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. ഇന്ത്യയിൽ വരുന്ന ദശലക്ഷക്കണക്കിന് പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും മാത്രമുള്ള, ഒരു സമാധാനവും ഒന്നുമില്ലാത്ത, അപകടം ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാമെന്നുള്ള പേടിയിലുള്ള ഒരു ജനതയെ എന്ത് ചെയ്യണം? നമ്മൾ സഹായിക്കണം. ഇറ്റ് മീൻസ് എൻഡിങ് ഓഫ് പോവർട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? എൻഡിങ് ഓഫ് പോവർട്ടി, ദാരിദ്ര്യം ഇല്ലാതാക്കുക. ആൻഡ് ഇഗ്നോറൻസ്, വിവരമില്ലായ്മ ഒഴിവാക്കുക. ആൻഡ് ഡിസീസ്, അസുഖങ്ങൾ അവസാനിപ്പിക്കുക. ആൻഡ് ഇനീക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളിലെ അസമത്വം ഇല്ലാതാക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദ ആംബിഷൻ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മെൻ, നമ്മുടെ കാലഘട്ടത്തിലെ
ഗ്രേറ്റസ്റ്റ് മെൻ മഹാത്മാവ് ഉണ്ടല്ലോ ഓഫ് അവർ ജനറേഷൻ, ദ എംബിഷൻ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മെൻ ഓഫ് അവർ ജനറേഷൻ, നമ്മുടെ കാലഘട്ടത്തിലെ മഹാനായ വ്യക്തി ഉണ്ടല്ലോ ഗാന്ധിജി, ആ ഗാന്ധിജിയുടെ സ്വപ്നം ഹാസ് ബീൻ ടു വൈപ്പ് എവറി ടിയർ ഫ്രം എവറി ഐ, എല്ലാ കണ്ണുകളിൽ നിന്നും എല്ലാ കണ്ണീരും തുടച്ചു കളയുക എന്നുള്ളതാണ് നമ്മുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ മഹാത്മാവിൻ്റെ സ്വപ്നം. അദ്ദേഹത്തിൻ്റെ ആംബിഷൻ അതായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യവും അതായിരുന്നു. പിന്നെയോ ദാറ്റ് മേ ബി ബിയോണ്ട് അസ്, അതൊരു പക്ഷേ നമ്മളിൽ നിന്നും അകലെ ആയിരിക്കും. ബട്ട് ആസ് ലോങ് ആസ് ദർ ആർ ടിയേഴ്സ് ആൻഡ് സഫറിങ്, എത്ര കാലം കണ്ണീരുകളും ദുരിതങ്ങളും ഉണ്ടാകുമോ, സോ ലോങ് അവർ വർക്ക് വിൽ നോട്ട് ബി ഓവർ, അത്രയും കാലം തന്നെ നമ്മളുടെ ജോലി അവസാനിക്കുന്നില്ല. എത്ര നാൾ കണ്ണീരുകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഉണ്ടാകുമോ അത്രയും കാലവും നമ്മൾ പണിയെടുക്കേണ്ടി വരും. നമുക്ക് ഈസി ആയിട്ടോ അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കാനോ സമയമുണ്ടാകില്ല. അതായത് നമ്മളുടെ ഉത്തരവാദിത്തം എന്താണെന്ന് നെഹ്റു അന്നേ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരോട് പറയാണ്, സ്വാതന്ത്ര്യമൊക്കെ കിട്ടി, നാളെ മുതൽ കൊടിവെച്ച കാറിൽ ഇങ്ങനെ കറങ്ങി നടക്കാതെ ഒന്നും ആരും വിചാരിക്കേണ്ട. നമുക്ക് കിട്ടുന്ന ഈ രാജ്യമുണ്ടല്ലോ അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ബ്രിട്ടീഷുകാർ നമ്മളെ അങ്ങനെ മുട്ടിപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പം നമ്മളെന്ത് ചെയ്യണം, ഇന്ത്യയെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ദശലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് ആൾക്കാരുടെ ദുരിതങ്ങളും എടുത്തു മാറ്റുക, അത് അവരിൽ നിന്നും മാറ്റുക. അതാണ് നമ്മുടെ കാലത്തെ മഹാത്മാവ് കണ്ട സ്വപ്നം. ഒരു പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷേ പറ്റുന്ന അത്രയും കാലം നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കണം. ആൻഡ് സോ വി ഹാവ് ടു ലേബർ ആൻഡ് ടു വർക്ക്, നമ്മൾ ജോലി എടുക്കണം, അതുപോലെ തന്നെ കഷ്ടപ്പെടണം. ആൻഡ് ടു വർക്ക് ഹാർഡ്, കഠിനാധ്വാനം ചെയ്യണം. ടു ഗീവ് റിയാലിറ്റി ടു അവർ ഡ്രീംസ്, നമ്മളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി, നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജോലി എടുക്കണം, പണിയെടുക്കണം, അതുപോലെ തന്നെ കഠിന പ്രയത്നവും നടത്തണം. ദോസ് ഡ്രീംസ് ആർ ഫോർ ഇന്ത്യ, ഈ സ്വപ്നങ്ങളെല്ലാം ഇന്ത്യക്ക് വേണ്ടിയാണ്. എനിക്ക് വേണ്ടിയാണോ, നെഹ്റുവിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ പട്ടേലിന് വേണ്ടിയാണോ, ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് വേണ്ടിയാണോ? ആർക്കും വേണ്ടിയല്ല. ആർക്കാണ്? ദോസ് ഡ്രീംസ് ആർ ഫോർ ഇന്ത്യ, ഇന്ത്യക്ക് വേണ്ടിയുള്ളതാണ്. ബട്ട് ദേ ആർ ഓൾസോ ഫോർ ദ വേൾഡ്, ലോകത്തിന് കൂടെ വേണ്ടിയുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം മുതലേ നമ്മൾ എന്താണ്, ലോകത്തിനെയും കൂടെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? നമ്മൾ ഇന്ത്യ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ല. നമ്മളെന്താണ്, വസുദൈവ കുടുംബം എന്നൊക്കെ പറയില്ലേ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ലോകത്തുള്ള എല്ലാവർക്കും സമാധാനം വരണം, ഇന്ത്യക്കാർക്ക് മാത്രം വരണം എന്നൊന്നല്ല, എല്ലാവർക്കും വരണം. അത് തന്നെയാണ് ഇവിടെയും അന്നേ നെഹ്റു പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ സ്വപ്നങ്ങളെല്ലാം ഇന്ത്യക്ക് വേണ്ടിയാണ്, അതുപോലെ തന്നെ ഈ ലോകത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ഇന്ത്യ നന്നായി കഴിഞ്ഞാൽ ലോകവും നന്നാവും. ഫോർ ഓൾ ദ നേഷൻസ് ആൻഡ് പീപ്പിൾ, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും മനുഷ്യർക്കും വേണ്ടിയാണ്. കാരണം എന്താണ്, ആർ ടു ക്ലോസ്ലി നിറ്റ് ടുഗദർ ടുഡേ. ഇപ്പോഴെന്താണ്, ഈ ലോകം മുഴുവൻ ഒരുമിച്ച് കെട്ട് വണഞ്ഞ് കിടക്കുകയാണ്, ഒരുമിച്ച് തുന്നിക്കൂട്ടിയതുപോലെയാണ് അല്ലേ? ഇപ്പം നമുക്കറിയാം എന്താണ് ഗ്ലോബൽ വില്ലേജ് അല്ലേ? എല്ലാം ലോകം എന്ന് പറയുന്നത് എന്താണ്, ഒരൊറ്റ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. ഓൺലൈൻ ട്രേഡിംഗ് തന്നെ നോക്കൂ. നമുക്കിപ്പോൾ അമേരിക്ക എന്നൊരു പ്രോഡക്റ്റ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈസി അല്ലേ? നമ്മുടെ ലോകം അത്രയും കണക്റ്റഡ് ആണ് അല്ലേ? നമ്മൾ ഒരു വേണമെന്നൊരു സാധനം ഇവിടുന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വേണ്ട സാധനം ഇവിടെ എത്തും. അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റയൊക്കെ ഉണ്ട്. അപ്പോൾ ലോകം മൊത്തം കണക്റ്റഡ് ആണ്. അമേരിക്കയിൽ ഒരാൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചൈനയിൽ ഒരാൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടാൽ നമുക്കത് കാണാൻ പറ്റും. അത്രയും കെട്ട് പിണഞ്ഞ് കിടക്കുകയാണ് അല്ലേ? ഇപ്പോൾ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താ, ലോകത്തിനെ മൊത്തം ബാധിക്കും. ലോകം അങ്ങനെയാണ്, നന്നായി വേർപെടുത്താൻ പറ്റാത്ത രീതിയിൽ തുന്നിച്ചേർത്തിരിക്കുകയാണ്. ക്ലോസ്ലി നിറ്റ് ടുഗദർ ടുഡേ ഫോർ എനി വൺ ഓഫ് ദം ടു ഇമാജിൻ ദാറ്റ് ഇറ്റ് ക്യാൻ ലിവ് എപ്പാർട്ട്. ഫോർ എനി വൺ ഓഫ് ദം ടു ഇമാജിൻ ദാറ്റ് ഇറ്റ് ക്യാൻ ലിവ് എപ്പാർട്ട്. അത് ഇനി മുറിച്ച് മാറ്റാൻ പറ്റുമെന്നൊന്നും നമ്മൾ കരുതണ്ട. പീസ് ഇസ് സെഡ് ടു ബി ഇൻഡിവിസിബിൾ, സോ ഇസ് ഫ്രീഡം. സമാധാനം എന്നതെന്താണ്, അവിഭാജ്യമായ ഒന്നാണ്, മുറിച്ച് മാറ്റാൻ പറ്റാത്തതാണ്. സോ ഇസ് ഫ്രീഡം. സമാധാനം പോലെ തന്നെയാണ് സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ മുറിച്ച് മാറ്റാൻ പറ്റാത്ത ഒന്നാണ്. സോ ഇസ് പ്രോസ്പെരിറ്റി നൗ. ക്ഷേമവും ഐശ്വര്യവും അതുപോലെ തന്നെയാണ്. ആൻഡ് സോ ഓൾസോ ഡിസാസ്റ്റർ. ദുരന്തങ്ങളും അതുപോലെ തന്നെയാണ് അല്ലേ? ഒരു കോവിഡ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി, ചൈനയിലെങ്ങാണ്ടോ ഉണ്ടായ ഒരു കോവിഡ് ലോകത്തെ മൊത്തം പിടിച്ചു കുലുക്കി. ഡിസാസ്റ്ററും അതുപോലെ ക്ലോസ്ലി നിറ്റാണ്. ആർക്കും തന്നെ അത് അപ്പാർട്ട് ചെയ്യാൻ പറ്റില്ല. ക്യാൻ ബി ലിവ് അപ്പാർട്ട്. അത് ഇല്ലാത്ത രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. ദിസ് വൺ വേൾഡ് ദാറ്റ് ക്യാൻ നോ ലോങ്ങർ ബി സ്പ്ലിറ്റ്. ഈ ലോകത്തെ ഇനി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻ ടു ഐസൊലേറ്റഡ് ഫ്രാഗ്മെൻറ്റ്സ്. ഒറ്റപ്പെട്ട കഷ്ണമായിട്ട് മാറ്റാൻ ഇനി പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് ലോകത്തെ ബാധിക്കുന്ന കാര്യമാണ് അല്ലേ? അപ്പം ലോകം അത്രമേൽ നിറ്റ് ടുഗദറാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞു, നെഹ്റു ഒരു സ്റ്റേറ്റ്സ്മാൻ ആണെന്നുള്ള കാര്യം കൂടെ അല്ലേ? വിശ്വപൗരനാ.
അതെന്താണ് ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ലോക നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യമെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ലോകത്തെ എല്ലാ നേതാക്കന്മാരും നെഹ്റുവിന് വളരെയധികം സുഹൃത്തായിരുന്നു. നെഹ്റു തൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയാൻ പോലും പല ആളുകൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അത്രയും ബഹുമാനം അർഹിച്ച ആളാണ്. സോ ലോകത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും ഇവിടെ മനസ്സിലാക്കണം. ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളോട് പറയുകയാണ്, ഹൂസ് റെപ്രസെൻറ്റേറ്റീവ്സ് വി ആർ, അവരുടെ എല്ലാം റെപ്രസെൻറ്റേറ്റീവുകളാണ് നമ്മൾ, അതായത് അവർക്കെല്ലാം വേണ്ടി നമ്മളാണ് പ്രതിനിധികളായി നിൽക്കുന്നത്. വി മേക്ക് ആൻ അപ്പീൽ ടു ജോയിൻ അസ് വിത്ത് ദ ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദിസ് ഗ്രേറ്റ് അഡ്വെഞ്ചർ. ഇന്ത്യയിലെ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്, വിത്ത് ഫെയ്ത്ത്, വിശ്വാസത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും ഈ ഒരു അഡ്വെഞ്ചർ, ഈ ഒരു സാഹസത്തിലേക്ക്, ഇന്ത്യയെ വളർത്തിയെടുക്കുക എന്നുള്ള സാഹസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ജോയിൻ ചെയ്യണമെന്ന് ഞാൻ അപ്പീൽ ചെയ്യാണ്, ആവശ്യപ്പെടുകയാണ്, അപേക്ഷിക്കുകയാണ്. എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്? വിത്ത് ഫെയ്ത്ത്, വിശ്വാസത്തോടു കൂടിയും കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തോടു കൂടിയും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു സാഹസത്തിൽ ഒത്തുചേരണം. ദിസ് ഈസ് നോട്ട് ടൈം ഫോർ പെറ്റി ആൻഡ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ആലോചിച്ച് നോക്കൂ, നമ്മളുടെ മനുഷ്യന്മാരുടെ എല്ലാം സ്വഭാവം, ഒരാളെ മേലെ അവസരം കിട്ടിയാൽ നമ്മളെല്ലാവരും കുതിര കയറും, അല്ലെങ്കിൽ അയാളെ നമ്മൾ അങ്ങനെ നിഷ്കരുണം അയാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും രാഷ്ട്രീയക്കാരായിരുന്നു, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തുക, അല്ലേ, നിങ്ങൾ എന്ത് വർത്താനം പറഞ്ഞാൽ ശരിയായില്ല, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കച്ചറുണ്ടാക്കുക. പക്ഷേ നെഹ്റു എല്ലാവരും ഓർമ്മപ്പെടുത്തുകയാണ്, ദിസ് ഈസ് നോട്ട് ടൈം ഫോർ പെറ്റി ആൻഡ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഒരു കുഞ്ഞു കുഞ്ഞു കുറ്റപ്പെടുത്തലുകളോ അല്ലെങ്കിൽ വലിയ ക്രിറ്റിസിസമോ വിമർശനങ്ങളോ നടത്തേണ്ട, ഡിസ്ട്രക്റ്റീവ് വെച്ചാൽ വലിയ തകർത്ത് കളയുന്ന വിമർശനങ്ങളോ നടത്തേണ്ട സമയമല്ല. നോ ടൈം ഫോർ ഇൽ വിൽ, മോശമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണാനോ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്കോ, ഓർ ബ്ലെയിമിങ് അതേഴ്സ്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ ഉള്ള സമയമല്ല ഇത്. വി ഹാവ് ടു ബിൽഡ് എ നോബൽ മാൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ. സ്വതന്ത്ര ഭാരതം എന്ന വലിയ മഹാമന്ദിരം നമുക്ക് കെട്ടിപ്പടുത്തണം. വെർ ഓൾ ഹെർ ചിൽഡ്രൻ മേ ഡ്വെൽ, അവിടെ എല്ലാ ഇന്ത്യക്കാരും എന്ത് ചെയ്യണം? താമസിക്കുകയും വേണം. എല്ലാ ഇന്ത്യക്കാരും എന്നാണ് പറഞ്ഞത്, ഇന്ന മതത്തിൽപ്പെടുന്ന ഇന്ത്യക്കാരെന്നല്ല, ഇന്ന ജാതിയിൽപ്പെടുന്ന ഇന്ത്യക്കാരെന്നല്ല, ഇന്ത്യയിലെ എല്ലാ മക്കളും ഒരുമിച്ച് കൂടുന്ന ഒരു മഹാമന്ദിരം നമുക്ക് എന്ത് ചെയ്യണം? പടുത്തുയർത്തണം. അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾ കുറ്റപ്പെടുത്തലുകൾ പാടില്ല, നിങ്ങൾ വേറൊരാളെ നിഷ്കരുണം വിമർശിക്കാൻ പാടില്ല. എല്ലാവരും എന്ത് ചെയ്യുക? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക, എന്നിട്ടൊരു മോട്ടിവേഷനും കൂടെ കൊടുത്തിട്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മളാണെങ്കിൽ യെസ് ശരിയാണ്, എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും പുതിയൊരു ഇന്ത്യയെ സൃഷ്ടിച്ച് കളയണം എന്നുള്ള ചിന്തയായിരിക്കില്ലേ നമ്മുടെ മൈൻഡിലും വരിക. അതാണ് പ്രസംഗത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. നെഹ്റു ഈ ഒരു പ്രസംഗം നടത്തുമ്പോൾ നെഹ്റു പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല വർഷങ്ങൾക്ക് ശേഷം, ഇന്ത്യക്ക് 10-75 വർഷം കഴിഞ്ഞിട്ട്, സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇത് ഇപ്പോഴും പ്രസക്തമായി നിലനിൽക്കും എന്നുള്ള കാര്യം. നിങ്ങളെ ഇപ്പോഴും പഠിപ്പിക്കുന്നത് എന്താണ്? രണ്ട് കാര്യങ്ങളല്ലേ. ഒന്ന്, നിങ്ങളുടെ ലാംഗ്വേജും ഇമ്പ്രൂവ് ആവും, പിന്നെ എന്താണ്, നിങ്ങളൊരു ഓർമ്മപ്പെടുത്തല നമ്മളെങ്ങനെ നമ്മളായി എന്നുള്ള കാര്യം കൂടെ. ഓക്കെ, അപ്പം ഈ ഒരു പ്രസംഗം കഴിയുന്നതോടുകൂടി നമുക്കൊരു ബോധോദയം ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജും അടിപൊളിയാവും. ഓൾറൈറ്റ്, അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് എക്സാമിന് ചോദ്യം ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. സ്പീച്ച് എഴുതാൻ നിങ്ങൾക്ക് ഉണ്ടാവും, ഇതുപോലെ സ്പീച്ച് നിങ്ങൾക്ക് എഴുതാണ്ടാവും. പിന്നെ എന്താണ്, പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ നോട്ടീസുകളും പിന്നെ കോൺവെർസേഷൻസും ലെറ്ററും ഒക്കെ എഴുതാൻ ഈ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുണ്ടാവും. മക്കൾ അതെല്ലാം തയ്യാറെടുത്തിരിക്കുക. സമയമില്ല, ഈ ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചില്ലേ. ഇതിന്ന് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് തയ്യാറായിട്ട് നിന്നാൽ മാത്രമേ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് സാറ് വിശ്വസിക്കുകയാണ്. നമ്മൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനും മീനിങ്സും ഒക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ മക്കൾ പഠിക്കുക, വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനിയും മക്കളെ തേടി വരും. അതിനെല്ലാം വേണ്ടിയിട്ട് മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് കാത്തിരുന്നാൽ മാത്രം മതി. തൽക്കാലം ഞാൻ പോയിട്ട് പിന്നെ വരാം.